പാഠം 981. ചില്ലറയില്ലാത്ത നാട്. നോട്ട് ക്ഷാമം തുടരുന്നു. ഒരു മാസമായി തുടരുന്ന നോട്ട് ക്ഷാമത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. 2000 രൂപ നോട്ടുകൾ ധാരാളമായി എത്തിയിട്ടുണ്ടെങ്കിലും ചില്ലറ ഇല്ലാത്തത് കാരണം ഇടപാടുകൾ നടക്കുന്നില്ല. നോട്ട് ക്ഷാമം എപ്പോൾ തീരുമെന്നറിയാതെ പൊതുജനം വലയുന്നു. ചില്ലറ ക്ഷാമം നേരിടാൻ പുതിയ നിർദ്ദേശം. ആളുകൾ സംഘമായി ഹോട്ടലുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പോയാൽ ചില്ലറ ക്ഷാമം പരിഹരിക്കാമെന്ന നിർദ്ദേശം വിമർശനങ്ങൾ നേരിടുന്നു. സംഗതിയാകെ കുഴഞ്ഞോട്ടാണല്ലോ. എന്താവും 2000 കുഴൽപ്പണമായി. ഹലോ, മോഹനേഷ് സാറിന്റെ വീടല്ലേ? അതെ. വക്കീലാണോ സംസാരിക്കുന്നത്? അതെ. വക്കീലെ, ഞാൻ വേലായുധനാ, തേക്കൻകാട്ടിലെ. ആ, എന്താ വേലായുധൻ ചേട്ടാ? മോഹനേഷ് സാറില്ലേ? ആ, മോഹനയുടെ പത്രം വായിച്ചോണ്ടിരിക്കാ. ഞാൻ വിളിക്കാം. അയ്യോ, വിളിക്കണമെന്നില്ല. ഞാൻ മോഹനേഷ് സാറിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നേ. അത് നമ്മുടെ ശശിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ശശി ഇപ്പൊ വരും. ശരി, പറഞ്ഞോളാം. മോഹനേട്ട വന്നാ? മോഹനേട്ടനായിരുന്നു ഫോൺ. ആരായിരുന്നു? ആ, തേക്കൻകാട്ടിലെ വേലായുധൻ ചേട്ടനായിരുന്നു. എന്നിട്ടെന്താ നീ എനിക്ക് ഫോൺ തരായിരുന്നേ? മോഹനേട്ടന് തരാനുള്ള പൈസ ശശിയുടെ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറയാനാണ് വിളിച്ചത്. ശശി ഇപ്പൊ വരുന്ന്. ഇതെന്താണ് ചിരിക്കണേ? വേലായുധൻ ആ പൈസ വാങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. എന്നെ കാണുമ്പോഴൊക്കെ ഒളിച്ചു നടക്കും. എപ്പോഴെങ്കിലും കൺമുന്നിൽപ്പെട്ടാൽ അപ്പ പറയും, ഉടനെ തരാം, നാളെ തരാം, വൈകിട്ട് തരാം എന്നൊക്കെ. കുറെ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. അവസാനം ഇന്നലെ വൈകിട്ട് കക്ഷി എന്റെ മുന്നിൽ വന്ന് ചാടി. ദൈവമേ, മോഹനേഷ് സാറ്. വേലായുധൻ തീർന്നു. എന്നെ കണ്ട് സ്ഥലം വിടാൻ നോക്കായിരുന്നല്ലേ? ഹേയ്, അല്ല സാറേ, ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഇവിടെ വന്നപ്പോഴാ പെട്ടെന്നൊരു കാര്യം ഓർത്തത്. എന്ത് കാര്യം? ഞാൻ സാറിന് കുറച്ച് പൈസ തരാനുണ്ടല്ലോ, അത് വീട്ടിലിരിക്കുക, എടുക്കാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്തല്ലോ സാറേ, ഞാൻ നേരെ വീട്ടിൽ പോയി പൈസ എടുത്തോണ്ട് വന്നാലോ? അതുവരെ സാർ ഇവിടെ നിൽക്കുവോ? ഓ, ഇവിടെ അങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണല്ലേ? സാറേ, ഒരു കാര്യം ചെയ്യാം. ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്ത് നേരെ സാറിന്റെ വീട്ടിലോട്ട് വരാം. ഇനിയിപ്പൊ സാറ് വീട്ടിൽ തന്നെ കാണുമല്ലോ. ഈ അളവൊന്നും എന്റെ അടുത്ത് നടക്കില്ല. നാളെ തരാമെന്ന് പറഞ്ഞ് വേലായുധൻ എന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിക്കൊണ്ട് പോയിട്ട് മാസം 2 കഴിഞ്ഞു. എന്നെ കാണുമ്പോഴൊക്കെ വേലായുധൻ മുങ്ങിക്കളയും. ഇതിനിടയിൽ 2 പ്രാവശ്യം വേലായുധനെ എന്റെ കയ്യിൽ കിട്ടിയതാണ്. പക്ഷേ അന്ന് വേലായുധൻ പിന്നെ എന്നെ പറ്റിച്ചു. നാളെ തരാം, വൈകുന്നേരം തരാം എന്നൊക്കെ പറഞ്ഞു. അയ്യോ, സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അങ്ങനെ ആരെയും പറ്റിക്കാറൊന്നുമില്ല. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു തരാനുള്ള സമയം കഴിഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷേ അതെന്തുകൊണ്ടാണെന്നാ സാറ് കരുതിയത്? എന്തുകൊണ്ടാ? അത് സാറിനെ കാണാത്തോണ്ടാ. ഒരു ദിവസം ഞാൻ പൈസയും കൊണ്ട് വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. എന്റെ കഷ്ടകാലത്തിന് സാർ ഒന്ന് താലൂക്ക് ഓഫീസിൽ പോയി. എന്നോട് വേണ്ട, കള്ളം പറയരുത്. എന്നെ തിരക്കി ആരെങ്കിലും വില്ലേജ് ഓഫീസിൽ വന്നാൽ ഞാനത് അറിയാതിരിക്കില്ല. സത്യമാണ് സാറേ. ഞാൻ സാറിനോട് കള്ളത്തരം പറയുവോ? ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ വേലായുധനെ പറ്റി പലരോടും അന്വേഷിച്ചപ്പോഴാണ് ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞത്. എന്ത് സത്യം? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതുപോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് വേലായുധൻ പൈസ വാങ്ങിയിട്ടുണ്ട്. ഏയ് ഇല്ല സാർ. പുത്തൻപുരക്കിലെ പ്രസാദിന് വേലായുധൻ 400 രൂപ കൊടുക്കാനില്ലേ? ബാർബർ രാജപ്പന്റെ കടയിൽ കയറി മുടി വെട്ടിയിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങി ഓടിക്കളഞ്ഞില്ലേ? ഞാനത് മണപ്പുറത്ത് ജോണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് രൂപ 250 വാങ്ങിയിട്ട് 1 വർഷമായി. അത് പിന്നെ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കൊടുക്കാനുള്ള പൈസ കൃഷ്ണൻകുട്ടി ചോദിച്ചപ്പോൾ
പിന്നെ ആ കടയിലേക്ക് പോയിട്ടേയില്ല. അല്ല, ഇതൊക്കെ സാർ എങ്ങനെ അറിഞ്ഞു? വേലായുധൻ മോഹനകൃഷ്ണ സാറിനെ പറ്റി എന്താണ് കരുതിയിരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും കരുതിയില്ല. ഞാൻ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. ഈ നാട്ടിൽ എന്തുണ്ടായാലും കെ മോഹനകൃഷ്ണ സാർ അറിഞ്ഞിരിക്കും. മര്യാദയ്ക്ക് എനിക്ക് തരാനുള്ള 200 രൂപ നാളെ വൈകുന്നേരത്തിന് കിട്ടിയില്ലെങ്കിൽ വേലായുധൻ വിവരം അറിയും. ഓർത്തോ? കെ മോഹനകൃഷ്ണ സാറിനെ പറ്റിക്കാമെന്ന് വേലായുധൻ കരുതിയെങ്കിൽ അത് തെറ്റി. ഇന്നലത്തെ എന്റെ വിരട്ടോടെ ഞാൻ ആള് ഭയങ്കരമായ ഒരു കുഴപ്പക്കാരനാണെന്ന് വേലായുധന് മനസ്സിലായി. എന്നോടാ കളി. നീ എന്തെങ്ങനെ നോക്കുന്നേ? മോഹനയുടെ ആവേശമൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി വേലായുധ ചേട്ടൻ എന്തോ 10-15,000 രൂപ മോഹനോട് തരാനുണ്ടെന്ന്. ഈ 200 രൂപയ്ക്ക് വേണ്ടിട്ടാണോ ഇമ്മാതിരി ബഹളം ഉണ്ടാക്കിയത്? 200 രൂപ ചെറിയ ആരാണ് ഇപ്പോഴത്തെ അവസ്ഥയില്? എന്നല്ല ഞാൻ പറഞ്ഞത്. 200 രൂപ വലിയ കാര്യം തന്നെയാ. പക്ഷെ മോഹനേട്ടൻ ഇന്നലെ വേലായുധൻ ചേട്ടനെ പേടിപ്പിച്ചത് ഒരു 10 ലക്ഷം രൂപയുടെ പേടിപ്പിക്കലായിപ്പോയി. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എനിക്ക് 2000 രൂപയ്ക്ക് ചില്ലറ വേണം. ഇന്നലെ യോഹനൻ ചേട്ടൻ ഫീസ് തന്നത് 2000-ന് 2 നോട്ടാ. എനിക്കാണെങ്കിൽ പൈസ കുറെ ആവശ്യമുണ്ട്. എവിടുന്ന് ചില്ലറ കിട്ടാനല്ലോ മോനേട്ടാ. ഞാൻ ആ ദിനേശനെ ഒരു 1000 രൂപ കൊടുക്കാനുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നിനക്ക് ഫീസ് കിട്ടിയ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലായിരുന്നു. കിട്ടിയ 4000 രൂപയ്ക്ക് ആവശ്യമുണ്ട്. 1000 രൂപ ദിനേശന് കൊടുക്കണം. പിന്നെ എനിക്ക് ടൗണിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാനും വിദ്യയും കൂടെ ഉച്ചകഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകാനിരിക്കാം. എന്റെ കൈ ചില്ലറയൊന്നുമില്ല. മോഹനേട്ടൻ എന്തായാലും ശമ്പളം കിട്ടിയതല്ലേ? എന്റെ കയ്യിൽ മുഴുവൻ 2000 നോട്ടാ, ചില്ലറയൊന്നുമില്ല. ഇനി ദിനേശൻ വരും, ഞാൻ എന്ത് പറയും? കിട്ടിയ കാശ് മുഴുവൻ ധൂർത്തടിക്കുന്ന ഈ സ്വഭാവം ഇവിടെ എന്ന് കളയും? $2500 2500 ഒരു ചെറിയ അടവിറക്കിയ ഭാമയുടെ കയ്യിൽ നിന്ന് ഒരു നോട്ടെങ്കിലും വാങ്ങിച്ചെടുക്കാം. ഈ ദിനേശൻ എപ്പോ വരുമെന്നാ പറഞ്ഞത്? ഉടനെ വരുമായിരിക്കും. എന്തായാലും ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ വരാതിരിക്കില്ലല്ലോ. അങ്ങനെ ദിനേശൻ വരുമ്പോ പൈസ കൊടുക്കാതിരുന്നാൽ ദിനേശൻ നിന്നെ പറ്റി എന്താവും കരുതുക? പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ല മോനേട്ടാ. എങ്ങനെങ്കിലും 1000 രൂപ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ മോനേട്ടൻ്റെ അടുത്ത് ചില്ലറ ചോദിച്ചത്. അല്ല, എന്റെ കയ്യിൽ ഇപ്പൊ ചില്ലറ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പറ. ദിനേശൻ വരട്ടെ, ചിലപ്പോ ദിനേശന്റെ ചില്ലറ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 2000 നോട്ട് കൊടുത്ത് ബാക്കി വാങ്ങിക്കാലോ. ദിനേശന്റെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിലോ? ഇല്ലെങ്കില് തൽക്കാലം 2000 രൂപ ദിനേശന്റെ കൊടുത്തിട്ട് ബാക്കി പൈസ വക്കീൽ ഓഫീസിലേക്ക് കൊണ്ടുതരാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും അധികം ക്ഷാമമുള്ളത് ചില്ലറ നോട്ടുകൾക്കാണ്. ദിനേശൻ 2000 രൂപ കൊണ്ട് എവിടെ പോയി ചില്ലറ മാറാനാണ്? നീ ഇന്നത്തെ പത്രം വായിച്ചോ? ചില്ലറ കിട്ടാനില്ലാതെ ആളുകൾ നക്ഷത്രം എണ്ണുകയാണ്. ഇന്നലെ ഞാൻ എന്തുമാത്രം പ്രയാസപ്പെട്ടാണെന്ന് അറിയാമോ? എനിക്കൊരു 1000 രൂപയുടെ ചില്ലറ കിട്ടിയത്. ഉണ്ട്, പക്ഷെ 1000 രൂപയുള്ളൂ. അത് തന്നാ മതി മോനേട്ടാ. തൽക്കാലം അത് കൊടുത്ത ദിനേശനെ പറഞ്ഞു വിടാലോ. ബാക്കി കാര്യമൊക്കെ പിന്നെയല്ലേ. പക്ഷെ എനിക്ക് 1000 രൂപയുടെ ആവശ്യമുണ്ട്. എന്നാണ് വേറെ 1 രൂപ പോലും ഇല്ല. ഒരു കാര്യം, നിന്റെ കയ്യിലുള്ള 2000-ന്റെ നോട്ട് നീ എന്റെ കയ്യിൽ തരുന്നു. പകരം ഞാൻ എന്റെ കയ്യിലുള്ള 1000 രൂപ നിന്റെ കയ്യിൽ തരുന്നു. നീ ആ പണം 1000 രൂപ ദിനേശിന് കൊടുക്കുന്നു. ഞാൻ പോകുന്ന വഴി നിന്റെ 2000 രൂപ ചില്ലറ മാറി എന്റെ ആവശ്യം നടത്തുന്നു. ബാക്കി
1000 രൂപ നിനക്ക് വൈകുന്നേരം തരും. എങ്ങനെയുണ്ട്? ആശോ, അതെങ്ങനെ മോനോടെ ശരിയാവുന്നത്? എനിക്ക് ആ പൈസ കൊണ്ട് വേറെ കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ. 2000 കൊണ്ട് പിടിച്ചു വിടുന്നോ? ദിനേശ് വരുമ്പോ അതിനെ പകുതി അങ്ങ് കയറി കൊടുത്താൽ മതി. രണ്ട് 3 4 5 6 7 8 9 10 അതെ, എനിക്ക് ആ പൈസക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലേ. 2000 രൂപയ്ക്ക് 1000 രൂപ കിട്ടിട്ട് എന്താ മോനുണ്ട കാര്യം? ഭാമേ, എന്റെ കയ്യിലിരിക്കുന്ന ഈ പൈസ കൊണ്ട് എനിക്കും ആവശ്യങ്ങളുണ്ട്. നിനക്കറിയാലോ, ശമ്പളം പകുതിയേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്റെ കയ്യിലുള്ള 1000 രൂപ നിനക്ക് ഞാൻ എങ്ങനെ തരും? പറ്റും കിട്ടാ. അതിന് നല്ലത് നീ ആ 2000 നോട്ട് എന്റെ കയ്യിലേക്ക് തരുന്നതാണ്. ദിനേശിന് കൊടുക്കാനുള്ള 1000 രൂപ ഞാൻ തരാം. ദാ, അതോടെ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം തീരും. ഞാൻ പോയി എന്റെ കാര്യം നടത്തി കഴിയുമ്പോൾ 1000 രൂപ ബാക്കി വരും. അത് നിനക്ക് തരാം. അപ്പൊ വിദ്യ ഞാനിവിടെ കടയിൽ പോകാനിരിക്കല്ലേ, അതിനിപ്പോ എനിക്ക് പൈസ വേണ്ടേ? എങ്കിൽ പിന്നെ നീ തന്നെ ചില്ലറ ശരിയാക്ക. കുറച്ച് കഴിയുമ്പോൾ ദിനേശൻ വരും. അപ്പൊ നീ 2000 രൂപ കൊടുക്കും. ദിനേശിന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഒന്നുകിൽ ദിനേശിനോട് പിന്നെ വരാൻ പറയണം, അല്ലെങ്കിൽ നിന്റെ 2000 നോട്ട് ദിനേശന്റെ കയ്യിൽ കൊടുത്തു വിടേണ്ടി വരും. വേറൊരാളായിരുന്നു ഇത് പറയുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് വിശ്വസിച്ചേ. പക്ഷേ മോഹനേട്ടന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് പിടികിട്ടി. എനിക്ക് 1000 രൂപ തന്ന് എന്റെ ഇരിക്കുന്ന 2000 രൂപ വാങ്ങിച്ചെടുക്ക. കാശ് മോഹനേട്ടന്റെ ലൈവ് പോയിട്ടുണ്ടെങ്കിൽ കല്ല് വെള്ളം കുടിച്ച പോലെ ആവുന്നുള്ള കാര്യം എനിക്കറിയാലോ. തിരിച്ചു പിന്നെ കിട്ടിയത് തന്നെ. ഉത്തമ വിളിക്കുന്നുണ്ടല്ലോ. ചിലപ്പോ ചില്ലറ ഉത്തമന്റെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. സൂക്ഷിച്ചു വെച്ചോ. നമസ്കാരം ഡോക്കിലെ. പിന്നെ ആ ഏലിയാസിന്റെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നാണല്ലോ ആ കേസിന്റെ അവധി. കേസിന്റെ തീയതി മാത്രം ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഏലിയാസ് ചേട്ടനോട് പോയി പറഞ്ഞോളൂ. ഒരു 2000 രൂപ അഡ്വാൻസ് വേണമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇതുവരെ ഏലിയാസ് ചേട്ടൻ അതിനെപ്പറ്റി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. വക്കീലെ, അതിനിങ്ങനെ ചൂടായിട്ട് കാര്യം തോന്ന്. ഏലിയാസിന്റെ കേസ് പിടിച്ചെന്ന് ആരാണ്? ഞാനല്ലേ. അപ്പൊ പിന്നെ ഫീസ് ഞാൻ കൃത്യമായിട്ട് വാങ്ങിച്ചോണ്ട് വരുമല്ലോ. വക്കീലിനുള്ള അഡ്വാൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2000 രൂപ. എന്താണ് 2000? ഇതിങ്ങനെ കിട്ടിട്ട് എനിക്ക് എന്താ ഉത്തമ കാര്യം? കിട്ടുന്നല്ലേ 2000 നോട്ട്. ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ആ ദിനേശിന് കൊടുക്കാൻ ചില്ലറയില്ല നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക. ഉത്തമന്റെ 2000 രൂപയ്ക്ക് ചില്ലറയുണ്ടോ? വക്കീല് വേറെ എന്ത് വേണമെങ്കിലും വക്കീല് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം. ആരുടെ കയ്യിലും ചില്ലറ ഇല്ലെന്നേ. ബാങ്കിൽ പോയാലും കിട്ടുന്ന എല്ലാ 2000. ATM-ലാണെങ്കിൽ പൈസ ഇല്ല. ചില്ലറയ്ക്കാണെങ്കിൽ ഒരു വഴിയില്ല. പിന്നെ തപ്പിപ്പറക്കി എടുത്താ 1 2 3 340 രൂപയുണ്ട്. അത് മതിയാ? അതുകൊണ്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തന്നിട്ട് പോവാ. അതെങ്ങനെ നടക്കും ഉത്തമ? ദിനേശന് കൊടുക്കേണ്ടത് 1000 രൂപയാ. ഇതുകൊണ്ട് എന്താവാനാണ്? അല്ല മോഹനേട്ടൻ സാറ് ശമ്പളം കിട്ടിയില്ലേ? സാറിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചു നോക്കിയതാ. മോഹനേട്ടനെ ഇല്ലെന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ പോകുന്ന വഴി പുഷ്കറിനോടൊന്ന് ചോദിച്ചു നോക്കാം. അവന്റെ കടയിൽ ചിലപ്പോ കാണും. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാം. അതേ നടക്കൂ. എന്തായാലും ഉത്തമൻ ശ്രമിച്ചു നോക്കാം. എന്താ ഞാൻ വരട്ടെ? ശരി, കൊണ്ടുതരാമേ. കിട്ടിയാ മതിയായിരുന്നു. സാർ ഇവിടെ നിൽക്കായിരുന്ന തിരക്കിന്റെ ഇടയിൽ വക്കീലിന്റെ അടുത്ത് ചോദിക്കാനും മറന്നുപോയി. ചില്ലറ ചോദിച്ചോ? ആര്? ഭാമ. ചോദിച്ചു. ഞാന് വക്കീലിന് ഒരു 2000 രൂപ കൊടുക്കാനാണ് വന്നത്. അപ്പൊ വക്കീല് പറഞ്ഞു ചില്ലറായിട്ട് തന്നെ വേണമെന്ന്. ഞാന് പുഷ്കറിന്റെ കടയിലൊന്ന് ചോദിച്ചു നോക്കട്ടെ. വക്കീലിന് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഉത്തമൻ പുഷ്കറിന്റെ കടയിൽ പോകണ്ട. പോണ്ടേ? കുന്നുംപുറത്തെ അവറാച്ചൻ ചേട്ടന്റെ സ്ഥലമളക്കാൻ നാളെ ചെല്ലാമെന്നല്ലേ ഞാൻ ഉത്തമനോട് പറഞ്ഞിരിക്കുന്നത്? അതെ അതെ അതെ. അങ്ങനെ ഞാൻ അവിടെ പോയി സ്ഥലമളക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലെന്ന് ഉത്തമൻ അറിയാം. അറിയാം. പക്ഷെ സാറേ, അതുകൊണ്ട് എനിക്ക് ചില ചില്ലറ ഉപകാരങ്ങളുണ്ട്. അവറാച്ചൻ ചേട്ടന്റെ സകല കാര്യങ്ങൾക്കും വിളിക്കുന്നത് എന്നെയാണ്. തരക്കേടില്ലാത്തൊരു തുക എനിക്ക് തരികയും ചെയ്യും. അപ്പൊ ഉത്തമന് ഗുണമുണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ഉത്തമൻ സമ്മതിക്കും? സമ്മതിച്ചു. അപ്പോ എനിക്ക്
എനിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ഉത്തമനും ചെയ്യണ്ടേ? എന്താ വേണ്ടതെന്ന് സാർ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ഏറ്റു സാറേ. പുഷ്കരന്റെ കടയിൽ നിന്ന് ചില്ലറ വാങ്ങി ഭാമയ്ക്ക് കൊടുക്കരുത്. അയ്യോ, അതും ഇത് തമ്മിൽ എന്തോ സാറേ ബന്ധം? ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. പുഷ്കരന്റെ കടയിൽ പോയി ഭാമയ്ക്ക് ചില്ലറ വാങ്ങിക്കൊടുത്താൽ അവറാച്ചൻ ചേട്ടന്റെ സ്ഥലം അളക്കാൻ ഉത്തമൻ വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും. അങ്ങനെയല്ല സാറേ ഞാൻ പറഞ്ഞത്. ഈ തൽക്കാലം പോയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഭാമയെ വിളിച്ച് ചില്ലറയില്ല വക്കീലേ എന്ന് പറഞ്ഞാൽ മതി. തീർന്നല്ല പ്രശ്നം. കൂടുതൽ ചൊറിഞ്ഞോണ്ടിരിക്കാതെ സ്ഥലപ്പെടാൻ നോക്ക്. ഓ ചെല്ലേ. ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് തീരുമാനിച്ചു? എന്ത്? എന്റെ കയ്യിലുള്ള 1000 രൂപ നിനക്ക് വേണമോ വേണ്ടയോ? ഉത്തമയോട് ഞാൻ ചില്ലറ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നടന്ന തന്നെ. എന്താ? അല്ല, നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന്. നാട്ടിലെങ്ങും ചില്ലറ കിട്ടാനില്ലല്ലോ. എന്തായാലും ഉത്തമനെ ശ്രമിച്ചു നോക്കട്ടെ. ശ്രമിച്ചാണ്. എന്താ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നിനക്കിപ്പോ അത്യാവശ്യം 1000 രൂപയാണ്. അത് എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിനക്കൊരു വാശി. അത് വാശിയല്ലല്ലോ, എന്റെ കാര്യങ്ങൾ എനിക്ക് നടത്തണ്ടേ. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രല്ലേ ഉള്ളൂ. മോഹനേട്ടൻ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ കയ്യിലുള്ള 1000 രൂപ എനിക്ക് തരും. അപ്പൊ പ്രശ്നം തീർന്നു. എന്റെ കയ്യിലുള്ള പൈസ മാറി ഞാൻ 1000 രൂപ മോഹനേട്ടൻ തിരിച്ചു തരുമല്ലോ. പക്ഷെ എനിക്ക് പൈസ വൈകിട്ടേ പോരാ. എന്തിനാ എന്റെ മോഹനേട്ട ഈ അടവ്? മോഹനേട്ടൻ ഇപ്പൊ എന്റെ ഇരിക്കുന്ന കാശി എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണ ഒരൊറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ, അല്ലേ? കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ? എന്താ? 1200 രൂപ തരും. അതെങ്ങനെ തരും? മോഹനേട്ടൻ 1000 ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? വേറെ കൊടുത്തോട്ടെ, പൈസ ആയിട്ട് ശശി വരുമല്ലോ. അതിൽ 200 രൂപ ഉണ്ടല്ലോ, ആ 200 രൂപ അങ്ങ് തരും. ശശി വരുമല്ലോ അല്ലേ? 200 രൂപ കൊണ്ടുവരും. അപ്പൊ ഒരു ശശിയോട് ചോദിക്കാം, ശശിയുടെ ചിലപ്പോ ചില്ലറ ഉണ്ടാവുമല്ലോ. എന്നെ കാണാൻ ഒരാൾ വരുമ്പോ അയാളടുത്ത് ചില്ലറ വയ്ക്കുന്നത് എവിടുന്ന് മര്യാദ? ഒരാളോട് ചില്ലറ വയ്ക്കുന്നില്ല, എന്താ മര്യാദകള്? ശശിയായിരിക്കും. ഞാനും ശശിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്നാണല്ലോ, എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. നമസ്കാരം സർ. നമസ്കാരം. വേലായുധൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. മനസ്സിലായി. ശശി വരും എന്നെനിക്കറിയാമായിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ട് ഞാൻ വേലായുധനെ കണ്ടത് നന്നായില്ലേ? എന്റെ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമായി എന്ന കാര്യം വേലായുധനെ അറിയിച്ചേക്കും. പറയാം. ശശി, ഒരു 200 രൂപ ചില്ലറയുണ്ടോ? അത് വക്കീലെ. ശശി എന്നെ കാണാൻ വന്നതാ. അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് 2000 രൂപ ചില്ലറയാ. ശശി, ശശി ഉണ്ടോ? അയ്യോ ഇല്ല വക്കീലെ, ഇപ്പോഴത്തെ കാലത്ത് ചില്ലറ കിട്ടണമെങ്കിൽ വലിയ പാടാ. സാറേ, വേലായുധൻ ചേട്ടൻ തന്നു വിട്ടതാ. ഞാൻ വരട്ടെ. ശരി ശരി. അല്ല ഭാമേ, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നീ അത്ര കടന്ന് ചാടിയാലും ഈ നൂറ്റാണ്ടിൽ നിനക്ക് 2000 രൂപ ചില്ലറ കിട്ടില്ല എന്നുള്ള കാര്യം. ദിനേശൻ വരുമ്പോൾ കൊടുക്കണമെങ്കിൽ ഞാൻ 1000 രൂപ തരാം. 2000 രൂപ അങ്ങോട്ട് തരുമ്പോഴല്ലേ? അതെ. അത് നടക്കില്ല എന്ന് ഞാനും പറഞ്ഞതാണ്. എന്തായാലും ഉത്തമ ചില്ലറ കൊണ്ടുവരും നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മോഹനേട്ടൻ പറഞ്ഞത് ആലോചിക്കാം. ഉത്തമ ചില്ലറ ഉണ്ടെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല. ഉണ്ടോന്നൊക്കെ തന്നെ. ദിനേശൻ വരുമ്പോ എന്ത് ചെയ്യും? അതെ, ഒരു കാര്യം ചെയ്യാം. മോഹനേട്ടന്റെ കയ്യിലുള്ള 1200 രൂപ താ. ദിനേശൻ വരുമ്പോ കൊടുക്കണ്ടേ? പക്ഷെ ബാക്കി 800 രൂപ വൈകിട്ട് തരാന്ന് മോഹനേട്ടൻ എനിക്ക് വാക്ക് തരണം. അങ്ങനെ വാക്ക് പറയാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ പൈസ തരും. വാക്ക് പറയാൻ ഇത്ര വലിയ പ്രയാസം? ഭാമേ, എന്റെ കയ്യിലുള്ള 1000 രൂപ ഞാൻ നിനക്ക് തരിക. 1000 അല്ല, 1200. ശരി, 1200. നീ നിന്റെ കയ്യിലുള്ള 2000 നോട്ട് എന്റെ കയ്യിലേക്ക് തരും. അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ നടത്താൻ പോകുമ്പോൾ ചിലപ്പോൾ നിർഭാഗ്യവശാൽ ചില്ലറ കിട്ടിയില്ലെങ്കിലും അപ്പൊ ഞാനങ്ങനെ 800 രൂപ തിരിച്ചു നൽകും. അപ്പൊ സാറിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ആ 800 രൂപ വിഴുങ്ങാൻ തന്നെയാണല്ലേ?
അല്ലെങ്കിൽ 1200 രൂപ വേണോ വേണ്ടേ? രേവ ആളുകൾ കൊടുക്കും. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബുദ്ധി ഉദിച്ച് 1000 രൂപ. 2000 2000 തരാം. 2000 തരുമ്പോഴേ ഇത് തരും. ഇത് 1000 ബാക്കി 200 രൂപ. ഈ ചാട കാണുമ്പോഴാ 2000 രൂപ. വേലായത് എനിക്ക് 200 രൂപ തരാനുള്ളൂ. പ്രിയപ്പെട്ട മോഹനകൃഷ്ണൻ സാർ, സാർ ഇന്നലെ എന്നോട് പറഞ്ഞതൊക്കെ എന്റെ മനസ്സിൽ കൊണ്ടു. കടം വാങ്ങുന്ന പണം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് അന്തസ്സില്ലാത്ത ഏർപ്പാട് തന്നെയാണ്. ആ തെറ്റുകൾ തിരുത്താൻ ഞാൻ തീരുമാനിച്ചു. അതാണ് ഈ 2000 രൂപ കൊടുത്തയക്കുന്നു. ചില്ലറ ഇല്ലാത്തത് കൊണ്ട് കാശ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റും ഇതിൽ ചേർക്കുന്നു. എല്ലാവരുടെയും പൈസ സാറ് കൊടുത്തോളെന്ന് വിശ്വസിക്കുന്നു. സാറ് ഒരു സത്യസന്ധനാണല്ലോ. കെ മോഹനകൃഷ്ണൻ സാർ 200 രൂപ, പുത്തമ്പരക്കലെ പ്രസാദ് 400 രൂപ, മണപ്പുറത്ത് ജോണിക്കുട്ടി 250 രൂപ, കോയിക്കലെ ഓമനക്കുട്ടൻ 75 രൂപ, ചായക്കടയിലെ കൃഷ്ണൻകുട്ടി 317 പൈസ, ബാർബർ രാജപ്പന് 50 രൂപ. അവിടെ നിന്ന് മുടിവിട്ടി ഇറങ്ങി ഓടിയതാ. വാറ്റിച്ചാരായി നിൽക്കുന്ന സുഗുണന് 125 രൂപ. അവൻ 150 ചോദിക്കും, 125 കൊടുത്താ മതി. പലചര കടയിലെ മാധവൻകുട്ടി 160 രൂപ, തെക്ക് വീട്ടിലെ ദാഷായണി 400 രൂപ. അവള് ചിലപ്പോ 500 രൂപ വേണമെന്നൊക്കെ വാശി പിടിക്കും. സാറ് കൊടുക്കരുത്. ബാക്കി പൈസ 22.50 പൈസ എന്നെ കാണുമെങ്കിൽ തിരിച്ചു തന്നാ മതി. സ്നേഹപൂർവം വേലായുധൻ. ചില്ലറ ഉണ്ടാക്കിയേ പറ്റൂ. ഇല്ലെങ്കിലേ ഇതിവിടെ വേലായുധൻ നാട്ടുകാരോട് പറയും മോഹനകൃഷ്ണൻ സാറിനെ കാശ് കൊടുത്തിട്ട് പോയോന്ന്. ആളുകളെ ഇവിടെ വന്ന് ക്യൂ നിൽക്കും. ഹലോ, ദിനേശൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? വരുമ്പോ ഒരു സഹായം ചെയ്യോ? ഈ 2000 ചില്ലറ ഉണ്ടോ ചോദിക്കോ? അതെയോ? ആണോ? ശരി. എനിക്ക് സാറിന്റെ ചില്ലറ വേണ്ട. ദിനേശൻ നാളെ വരുമെന്ന്. എന്റെ 2000 രൂപ ഇനി എനിക്ക് സൗകര്യം പോലെ ചെലവാക്കാം. എന്തായാലും മോഹനേട്ടൻ ചില്ലറ വാങ്ങാതിരുന്ന സൗകര്യമായി പോയി. ഇതുകൊണ്ട് സാറ് വേഗം ഇറങ്ങിക്കോ. എത്ര പേരെ കണ്ട് കാശ് കൊടുക്കാനുള്ളതാ? ചില്ലറയില്ലാത്ത രാജ്യത്ത് നാട്ടുകാർ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. കൂട്ടം കൂടി ചായ കുടിക്കാൻ പോവുക, സൗജന്യ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ പോവുക, കല്യാണത്തിന് നാരങ്ങാ വെള്ളം മാത്രം കൊടുക്കുക തുടങ്ങിയ വേലകൾ മനസ്സിൽ കാണാൻ എല്ലാവരെയും ഉപദേശിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.